നമസ്കാരം. എൻ മീഡിയ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ്. പ്രധാന തലക്കെട്ടുകളിലേക്ക്. വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം തുടർക്കഥയാകുന്നു. പരാതികൾക്ക് പരിഹാരമില്ലെന്ന് നാട്ടുകാർ. ഇന്ന് മാരാത്തുകുന്നത്ത് സ്കൂൾ വിട്ടുവന്ന വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ കുരച്ചെത്തിയത് 5ഓളം നായ്ക്കളടങ്ങിയ തെരുവുനായ് സംഘം. ചാലക്കുടി മാത്യു നഗർ പരിസരത്തു നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചു. മോഷ്ടാവിന്റെ മോഷണ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. മറ്റത്തൂർ ഇഞ്ചക്കുണ്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. കാട്ടാനയുടെ മുൻപിൽപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പ്രദേശത്തെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം വിതച്ചത് വലിയ നാശനഷ്ടം. തൃശൂർ ദേശീയപാതയിൽ കാർ തടഞ്ഞ് 2.5 കിലോ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി ഉപയോഗിച്ചിരുന്നത് തിരുവല്ലയിലെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റെ കാറെന്ന് പോലീസ്. ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമരപോരാളി സഖാവ് പുഷ്പൻ അനുസ്മരണം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK പ്രമോദ് കുമാർ, MJ ബിനോയ്, മിനി അരവിന്ദൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ AD അജി, മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ജോർജ് തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. ദേശമംഗലം തലശ്ശേരി സെന്ററിന് സമീപം സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. തലശ്ശേരി സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ 63-കാരൻ അബൂബക്കറിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. വടക്കാഞ്ചേരി ആര്യമ്പാടം സെന്ററിനു സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുകയറി. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. ആര്യമ്പാടം ഭാഗത്തു നിന്നും കുറാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ഇറച്ചിക്കോഴി വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര വയോജന ദിനാചരണവും ജില്ലാതല ഉദ്ഘാടനവും വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം തൃശൂർ, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി അടിപ്പാതയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെസ്റ്റ് ചാലക്കുടി സ്വദേശി ആശാരിപ്പറമ്പ് വീട്ടിൽ അലക്സാണ്ടർ എന്ന 64-കാരനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 7:30 സംഭവം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.